ഇംഗ്ലീഷ് പടം കണ്ടത്. അത് പിന്നെ പെപ്പയുടെ ഫൈറ്റിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അടിപൊളിയാണ്, എന്തായാലും നല്ലൊരു മൂവിയാണ്, എല്ലാരും കാണുക. ഹനാനൊക്കെ ആദ്യമായിട്ട് ഫിലിം തന്നെ, അതൊക്കെ അടിപൊളിയായിട്ട് നല്ല മൂവിയായിരുന്നു. കുടുംബസമേതം കാണാനും അനുയോജ്യമായ ഒരു പടമാണ്. നല്ല ട്വിസ്റ്റ്, സൂപ്പർ ട്വിസ്റ്റുകളാണ് ഈ പടത്തിൽ ഇവർ കാഴ്ചവെച്ചിട്ടുള്ളത്. കാട്ടാളൻ എൻ്റയർ ടീമിന് ഓൾ ദ ബെസ്റ്റ്. ബഹുത് ബഡിയ. ആനകളൊക്കെ ആണെങ്കിൽ നല്ല ശരിക്കും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടാവും. നല്ല സിനിമയാണ്. സൂപ്പർ മൂവി കൊള്ളാം. ഇംഗ്ലീഷ് പടം കണ്ടത് കലക്കനിട്ടി ഗംഭീര, ഇഷ്ടപ്പെട്ടു, ഗംഭീരം. പിന്നെ തീർച്ചയായിട്ടും തിയേറ്റർ നല്ല ഓളമല്ലായിരുന്നു. ഓ അത് ഫൈറ്റ്, അത് പിന്നെ പെപ്പയുടെ ഫൈറ്റിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. പെപ്പെ ഫൈറ്റ് ഗംഭീര ഫൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ BGM രവി ബസൂറേ ഉള്ളൂ എന്ന് അടിവരയിട്ടു. അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് തോന്നി അത് ഒന്നും CG വർക്ക്സ് അല്ല, എല്ലാം ഒറിജിനൽ ഷൂട്ടാണ്. എനിക്കത് ഭയങ്കര എക്സൈറ്റ് ആയിട്ട് തോന്നി. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ടീം. എന്തായാലും ഇതൊരു ഗംഭീര ബ്ലാസ്റ്റ് ആണ്. നല്ലൊരു ആക്ഷൻ മൂവി. എനിക്ക് ഇഷ്ടമായി. പെപ്പയുടെ ഫൈറ്റ് ഒക്കെ അടിപൊളി. പെപ്പ എപ്പോഴും മറ്റേ നാടൻ തല്ല അതിന്റെ ഒക്കെ ആളാണല്ലോ. അടിപൊളിയാണ്, എന്തായാലും നല്ലൊരു മൂവിയാണ്, എല്ലാരും കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാരും വരിക കാണുക. ഓക്കെ ഗൈസ്. അതെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് ഗുഡ് എക്സ്പീരിയൻസ്, നല്ലതായിരുന്നു മൊത്തത്തിൽ. കുറെ ആൾക്കാരുടെ ഹാർഡ് വർക്കിംഗ് ഉണ്ട് ഈ പടത്തില്. എല്ലാവരും കണ്ട് അഭിപ്രായം പറയണം. ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അടിപൊളിയായിരുന്നു, എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആക്ഷൻസ് ആണ് അത്യാവശ്യം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എല്ലാവരും കാണാൻ, കണ്ടിട്ട് റിവ്യൂ അറിയാം. ഓസമാണ്, അടിപൊളിയാണ്. അത് പുള്ളിയാണ് ചെയ്തതെന്ന് അറിയാനുണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ അഭിനയിച്ചിട്ടുണ്ട്, ഷോണും ഹനാനും. അവരുടെയൊക്കെ ലൈക്ക് ഹനാനൊക്കെ ആദ്യമായിട്ട് ഫിലിം തന്നെ, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും. ഓൾമോസ്റ്റ് എല്ലാവരും ക്യാമിയോ റോളായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ലൈക്ക് എല്ലാവരും ഇടയിലെ കയറി വരുന്നത്. ഇനി ബാക്കി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു. ആദ്യമായിട്ട് ഹെൽമെറ്റ് വെച്ച് കണ്ട ആള് ഞാനായിരുന്നു. താങ്ക് യു. നല്ല മൂവിയായിരുന്നു. അതെ ഇൻസ്റ്റാഗ്രാമിൽ. താങ്ക് യു ഷെരീഫ് ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ദിസ് ഫിലിം. എന്താ പറയാ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും കണ്ടില്ലേ ഫിലിം? കണ്ടില്ല എല്ലാവരും? എന്താ പറയാ, കുറെ കാലത്തെ സ്വപ്നമാണ് നമ്മളിങ്ങനെ പറയാം. കുറെ കാലത്തെ കഷ്ടപ്പാടിലാണ് ഇങ്ങനെ ഫിലിമിൽ എത്തിപ്പെടുന്നത്. അതിന് വലിയ സന്തോഷം. ഇനിയും എന്താ പറയാ, നല്ല നല്ല സിനിമകൾ കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും അഭിനയിച്ച സിദ്ദീഖ് ആയിക്കോട്ടെ, ജയദീഷ് ആയിക്കോട്ടെ, എല്ലാവരും മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ. നല്ല എക്സ്പീരിയൻസ് ആണ്. ആക്ഷനൊന്നും ഒരു രക്ഷയില്ല. പെപ്പയുടെ ആക്ഷൻ നമ്മൾ അറിയണമല്ലേ, തകർത്തുണ്ട്. ആക്ഷനൊക്കെ അടിപൊളിയുണ്ട്. ഷെരീഫ് മുഹമ്മദിൻ്റെ പ്രൊഡക്ഷനിൽ ഇങ്ങനെ ഒരു പടം എന്ന് പറഞ്ഞാൽ ഒരു പമ്പം പ്രോജക്റ്റാണ്. ഒരു ആനക്കൊല്ലി പടം. വിശുദ്ധരായി ജീവിച്ചാൽ അവരുടെ പക്ഷത്തെ ഭാവിയിലും ആൾക്കാർ പിന്നെ അവരുടെ പക്ഷത്തുണ്ടാവും. അവർക്ക് നല്ലൊരു മാതൃകാ ജീവിതത്തിൽ ഒരു പടമാണ്. കുടുംബസമേതം കാണാനും അനുയോജ്യമായ ഒരു പടമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാട്ടാളിനെ പറ്റി ഞാൻ അഭിനന്ദിക്കുന്നു. നല്ല വമ്പൻ ട്വിസ്റ്റുകളിലൂടെ കാഴ്ചവെച്ച നല്ലൊരു പടമാണ് കാട്ടാളൻ. ക്യൂബൻസ് ടീം എല്ലാവരും നന്നായിട്ട് ചെയ്തു. ജഗദീഷ് സാറും ആന്റണി വർഗീസ്, പെപ്പയും മറ്റെല്ലാവരും കൂടി ഉണ്ടായിരുന്ന നല്ലൊരു പടമായിരുന്നു. നല്ല ട്വിസ്റ്റോടുകൂടി കാട്ടിലെ സീനുകളും. കാട്ടാളൻ എന്ന പടത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. സൂപ്പർ ഡ്യൂപ്പർ നല്ല ട്വിസ്റ്റ്, സൂപ്പർ ട്വിസ്റ്റുകളാണ് ഈ പടത്തിൽ ഇവർ കാഴ്ചവെച്ചിട്ടുള്ളത്. കാട്ടാളൻ എൻ്റയർ ടീമിന് ഓൾ ദ ബെസ്റ്റ്. ബഹുത് ബഡിയ. പടം നല്ലതായിരുന്നു. ഞാനിതിൽ അഭിനയിച്ചതുകൊണ്ട് എനിക്ക് കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷെ നല്ല സിനിമയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. 18+ ആണെങ്കിലും എല്ലാവർക്കും കാണാം. നല്ല ആക്ഷനാണ്, നല്ല ആക്ഷൻ മൂവിയാണ്. സന്തോഷ് മാസ്റ്ററിൻ്റെ നല്ല ആക്ഷനാണ് ഇതിനകത്ത്. പെപ്പെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണണം. ഇറ്റ്സ് എ വെരി ഗുഡ് സിനിമ. സോറി, മ്യൂസിക് എല്ലാം ഓഫ് കോഴ്സ് മ്യൂസിക് പറയാനില്ല. രവി ബസൂറിൻ്റെ നല്ല മ്യൂസിക്കാണ്. ശരിക്കും എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. ആസ് എ ഓഡിയൻസ് ഞാൻ പറയാണ്, അഭിനയിച്ചു എന്നുള്ള കാര്യം വെച്ചിട്ടില്ല. ഓഡിയൻസ് ഇത് ടോട്ടലി ഒരു നല്ല മൂവിയാണ്. നല്ല പടം. പെപ്പയുടെ നല്ല ആക്ഷൻ, നല്ല മൂവിയാണ്, നല്ല മ്യൂസിക്കാണ്, അടിപൊളി. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സാഗൊക്കെ ഉണ്ട് പുള്ളിക്കാരന്, കൊള്ളാം.
ജഗദീഷ് ചേട്ടൻ നന്നായിട്ടുണ്ട്. മ്യൂസിക് നന്നായിട്ടുണ്ട്. നല്ല ഒരു നമ്മളെ എന്താ പറയുക പിടിച്ചിരുത്തുന്ന ഒരു മ്യൂസിക്കാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, വളരെ നന്നായിട്ടുണ്ട്. മുഹമ്മദ് ഷെരീഫിൻ്റെ ഒരു നല്ലൊരു പാട്ട്, നല്ല രണ്ടും രണ്ട് വ്യത്യസ്തമായ പരിപാടികളാണ്. പക്ഷേ ഇത് കൊള്ളാം. ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല മ്യൂസിക്, നല്ല ഒരു എന്താ പറയുക, ഒരു നമുക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് ഒരു വൈബുള്ള ഒരു സാധനമാണ്. നല്ലൊരു ചിത്രം. നമ്മുടെ ആൻ്റണി പെപ്പയ്ക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഗെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് രീതി. നമ്മൾ മുൻപ് കണ്ടേക്കുന്ന ആൻ്റണി പെപ്പയുടെ ഗെറ്റപ്പ് അല്ല ഇത്. എന്തായാലും നല്ലൊരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ എത്തേക്കുന്ന ഒരു ചിത്രം. നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിച്ചറിയുന്ന പോലെ ആനക്കൊമ്പ് മോഷണം എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെയും ജീവിക്കുന്നവർ കഥയൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരും ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ്റെ വ്യക്തി പുള്ളി തന്നെ ഗെറ്റപ്പ് അറിയാലോ. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ കാണാം. അദ്ദേഹത്തിൻ്റെ പ്രായത്തെ വെല്ലുന്ന വേഷങ്ങളാണ് അദ്ദേഹം ഓരോ ചിത്രത്തിലെടുക്കുന്നത്. നല്ലൊരു ഗെറ്റപ്പ് ഉണ്ട്. ഇത് അല്ല, ആക്ഷൻ സീനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത്, ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതാണ്, ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പടത്തിൽ പെപ്പയും ജഗദീഷോടെ കോംബോ നമുക്ക് ഇഷ്ടപ്പെടും. നല്ല കുറേ ആൾക്ക് ശേഷം ഒരു കോംബോ ആണ്, നല്ല അടിപൊളി കോംബോ. ജഗദീഷിൻ്റെ പഴയകാല ഒരു കോംബോ നമുക്ക്, പഴയകാല കോസ്റ്റ്യൂം വരുമ്പോൾ പഴയകാല ആക്ടിങ് ഒരു സ്റ്റൈൽ നമുക്ക് ഫീൽ ചെയ്യും പടത്തിൽ. ആക്ഷൻസ് നല്ല അടിപൊളി മാസ് ആക്ഷൻസാണ്. മ്യൂസിക് BGM എല്ലാം അടിപൊളിയാണ്. മേക്കിംഗ് അടിപൊളി, ക്യാമറ അടിപൊളി എടുത്തിട്ടുണ്ട്. മൂവി ആക്ച്വലി നല്ല രീതിയിൽ തന്നെ അത് സ്റ്റോറി പറഞ്ഞു പോയിട്ടുണ്ട്. ആക്ഷൻ സീൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു നീറ്റ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആസ് എൻ ഓഡിയൻ പറയുകയാണെങ്കിൽ ശരിക്കും ഈ ഇപ്പോൾ നമുക്കറിയാമല്ലോ ആനിമൽസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ഈ ആനകളൊക്കെ ആണെങ്കിൽ ശരിക്കും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവർ. കാരണം നമുക്ക് ഇപ്പോൾ ആക്ടേഴ്സ് തന്നെയാണെങ്കിൽ നമുക്ക് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്. പക്ഷെ ആനകളൊക്കെ നല്ല രീതിയിൽ ചേർന്ന്, അതേപോലെ തന്നെ ക്യൂബ്സിൻ്റെ ആ ഒരു ബെഞ്ച് മാർക്ക് എപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം കൂടുതൽ ആക്ടേഴ്സിന് പകരമാണെങ്കിൽ തന്നെയും ഈ ഒരു പ്രൊഡക്ഷൻ്റെ പേരിൽ ആൾക്കാർ സിനിമയ്ക്ക് വരുന്നത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ മാത്രമായിരിക്കും. പിന്നെ ഇതിൽ 1-2 ക്യാമിയോ റോൾസ് ഉണ്ട്. പിന്നെ ഒരു സസ്പെൻസ് ഉണ്ട് ലാസ്റ്റ്. അതെന്തായാലും നിങ്ങൾ തിയേറ്ററിൽ വന്ന് നിങ്ങൾക്ക് മിസ്സാകും. ഇപ്പോൾ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം. അല്ല, ഇതിലും പുള്ളിയുടെ ഇടി അറിയാമല്ലോ, കിൻഡിൽ ഇടിയാണ് സംഭവം. നിങ്ങൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓർമ്മ. പക്ഷേ ആ BGM പ്ലസ് ഇടി അടിപൊളിയാണ് സംഭവം. അല്ല, ഷെരീഫ് കെയുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും ഇൻഡസ്ട്രിയിൽ ചേഞ്ചസ് വേണം, എന്തെങ്കിലും ഒരു പുതുമ വേണം സംഭവം. പുള്ളിയുടെ മൈൻഡ് സെറ്റ് അതാണ്. അപ്പോൾ പുള്ളി അങ്ങനത്തെ പടങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. സിനിമ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു കിടിലൻ ആക്ഷൻ മൂവി തന്നെയാണ് സംഭവം. പെപ്പയുടെ ഒരു ആക്ഷൻ മൂവി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ. അതിനുള്ള കാര്യങ്ങളെല്ലാം സിനിമയിലുണ്ട് കേട്ടോ. സൂപ്പറായിരുന്നു. BGM ഓരോ ആക്ഷനും അതിനകത്ത് BGM എല്ലാം നമ്മളെ ഭയങ്കര ഇൻട്രസ്റ്റ് ആക്കുന്ന ആക്ഷൻ സീൻസ് ഒക്കെ ആയിരുന്നു. ഓരോ സീൻസും പറയാനുള്ള കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറഞ്ഞു പോയാൽ ശരിയാവത്തില്ല, കാണാനുള്ളവർക്ക് ഇതായിട്ട്. ഒറിജിനൽ ആനയുടെ കൂടെയുള്ള സീക്വൻസസ് ഒക്കെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഷോട്ട്സ് ഒക്കെയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അതിപ്പം ആക്ഷനും വയലൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ഇപ്പം സെൻസർ ബോർഡിൽ തീരുമാനം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങളുള്ളത് കൊണ്ടാണ്. പെപ്പ പൊളിച്ചില്ലേ ഓൾറെഡി. നമ്മുടെ ആ ഒരു ആക്ഷനും സ്റ്റൺസൊക്കെ പെപ്പ ഓൾറെഡി ചില്ലാണല്ലോ, വേറൊരു വൈബാണല്ലോ. ആ ഒരു ടെറർ സംഭവം എന്തായാലും വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. അതായത് ഒരു സാധാരണ കാണുന്ന ഒരു ക്യാരക്ടേഴ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ഒരു ഈ ആക്ഷൻ മാത്രമല്ല, അതിൽ കുറച്ചുകൂടെ ഒരു എമോഷൻസും ഉണ്ട്. പറയുന്ന പോലെ ഒരു ആറ്റിറ്റ്യൂഡും ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു.